എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് റോക്കാദി ഷെഫല്ലു എന്നറിയപ്പെടുന്ന ഒരു പാറക്കൂട്ടങ്ങളുടെ മുകളിൽ നിർമ്മിച്ചേക്കണ കോട്ട കാണാനാണ്. പിന്നെ കോട്ട മാത്രമല്ല, അവിടെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 5 യൂറോയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. ഇവർ ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് വരണം, ഇത് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തൊട്ടടുത്താണ് ജോലി ചെയ്യണത്. അപ്പോൾ ഇവരുടെ കൂടെ ഞാനൊരു കൂട്ടായിട്ട് ഞാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കറക്റ്റ് മുകളിൽ എത്താനായിട്ട്. അപ്പോൾ 5 കിലോമീറ്റർ നമ്മൾ നടക്കണം. അപ്പോൾ ഇത് നമുക്ക് മുൻകൂട്ടി അറിയില്ലായിരുന്നു. മുകളിൽ ചെന്നപ്പോൾ മനസ്സിലായി 5 കിലോമീറ്റർ ഉണ്ടെന്ന്. അങ്ങനെ എല്ലാവരും ഷൂ ധരിച്ചിട്ട് വരാൻ ശ്രമിക്കുക, കാരണം ഇവിടെ ഷൂസ് ഇല്ലാതെ നമുക്ക് പ്രവേശനം സാധിക്കുകയില്ല. ഇല്ലെങ്കിൽ റെൻറ്റിന് ഇവിടെ ഷൂസ് കിട്ടും. അപ്പോൾ അത് 10 യൂറോ കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ഷൂസ് ഇട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറേ പ്രായമായവരൊക്കെ ട്രക്കിങ് നടത്തുന്നുണ്ട് കേട്ടോ ഇവിടെ. നമുക്കവരെ കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. നമുക്കല്ല, എനിക്ക്. കാരണം ഞാൻ പൊതുവേ നടക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ നല്ല പോലെ അണയ്ക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. അപ്പം നമ്മൾ കാണണത് ഏകദേശം ഒരു 40% മുകളിൽ വെച്ചിട്ടുള്ള ഒരു വ്യൂ ആണത്. അപ്പോൾ ഇതിലും നല്ലതാണ് ടോപ്പിലുള്ള വ്യൂ. അപ്പോൾ ഈ ഫോണിൽ എന്തോരം നിങ്ങൾക്ക് വ്യക്തമാകുമെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല കടലും കെട്ടിടങ്ങളും മലകളും എല്ലാം കൂടി കളർഫുള്ളാണ്. നമ്മളെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പട്ടാളക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. കോട്ടയിലേക്കുള്ള പ്രവേശനം സംരക്ഷിക്കുന്ന പട്ടാളക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇവിടെ 6 മുറികളിലായാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഈ പട്ടാളക്കാർക്ക് താമസിക്കാനും ആയുധങ്ങൾ സൂക്ഷിക്കാനുമായിട്ടാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കുമ്മായവും പോസോലാന, കൊക്കിയോ പോസ്റ്റോ എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചാണ്. ഇത് വെള്ളം കിടക്കാത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാറയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന താഴ്ന്ന മതിലിൻ്റെ രസകരമായ തെളിവുകളോടെ ഹെലനിസ്റ്റിക് യുഗം മുതലുള്ള ഘടനകൾ മുൻകാലങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ ഹെലനിസ്റ്റിക് യുഗം എന്ന് പറയുമ്പോൾ BC 3-ാം നൂറ്റാണ്ടിൽ ആയിരുന്നു. കറുത്ത ചായം പൂശിയ പാത്രങ്ങളും ഇവിടുന്ന് ആ തെളിവുകളുമായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആകെ അവശേഷിക്കുന്നത് ഈ ഒറ്റൊരു കെട്ടിടമാണ്. ബാക്കിയെല്ലാം തകർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ടൂറിസ്റ്റുകൾ ട്രക്കിങ്ങിനും കാര്യങ്ങളൊക്കെ വരണ്ട. വലിയൊരു കുത്തനെയുള്ള മലയാണ്, കല്ലുമല. അപ്പോൾ അതാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. മണ്ണ് കാണാൻ കേട്ടോ, ഫുള്ള് കല്ല്, ഇടയ്ക്കിടയ്ക്കുള്ള കല്ലുകളും കാര്യങ്ങളും. അപ്പോൾ ഈ കാണുന്നതൊക്കെ നേരത്തെ പറഞ്ഞ 6 മുറികളിൽ പെട്ട സ്ഥലങ്ങളാണ് അതൊക്കെ. ഇതെല്ലാം നശിച്ചു. ഇപ്പോൾ ചെറിയ അവശേഷിപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ കാണുന്ന മലയൊക്കെ ഇരുമ്പ് വല വെച്ച് അവർ സേഫായിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കണ്ടോ. അല്ലെങ്കിൽ വല്ല കല്ലെങ്ങാനും അടർന്ന് താഴെ പോയി കഴിഞ്ഞാൽ വീടുമ്മയ്ക്കും അവിടെയുള്ള കെട്ടിടത്തിലേക്കൊക്കെ വീഴും. പിന്നെ ആൾക്കാർക്കും വല്ലതൊക്കെ പറ്റും. അപ്പോൾ പിന്നെ അതുകൊണ്ട് അവർ ഇവിടെ പൊതുവായിട്ട് കണ്ടുവരണ്ട. ഇവിടെ മാത്രമല്ല, എല്ലാ പാറക്കൂട്ടങ്ങളും ഇങ്ങനെ ഉയരമുള്ള പ്രദേശങ്ങളൊക്കെ ഇവർ ഇരുമ്പ് വല വെച്ച് ഭദ്രമായിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കും.
അപ്പോൾ ഇവിടെ നിന്ന് വഴി രണ്ടായിട്ട് തിരിയാണ്. ഒരെണ്ണം കോട്ടയിലേക്കുള്ള വഴിയാണ്, റൈറ്റിലേക്ക്. ലെഫ്റ്റിലേക്കാണെങ്കിൽ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് പറഞ്ഞ് എഴുതിയേക്കണേ. അതെന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പം മുകളിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കാസ്റ്റിലുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ, കോട്ടയുടെ സ്ഥലത്തേക്കാണ് പോകാൻ പോണത്. അപ്പോൾ നമുക്ക് റൈറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. ഓക്കെ, നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വഴികളാണ്ടോ, അടിപൊളി വെച്ചാൽ കാണാൻ കേട്ടോ. നടക്കാൻ കല്ല് നിറഞ്ഞ വഴിയാ. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിത് അറിയില്ലായിരുന്നു. ഇവര് വന്നോണ്ട് ഇവർക്കൊരു കൂട്ട് പോലെ ഞാൻ വന്നതാ. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. Maybe someday you'll have it your way. Maybe someday it'll all work out. Until then, nope, and nope. It'll all work out. Until then, nope, and nope, and nope, and nope. Definitely nope, and nope, nope, and nope. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ട് ചെറിയൊരു നിരക്ക് വന്നുണ്ട്. ഈ കാണുന്ന ഒലിവ് മരങ്ങളാണ്, മലയിൽ മുളച്ചാണോ ഒലിവ് മരങ്ങളാണ്. ഇവിടെ ഒന്നും എനിക്ക് തോന്നുന്നത് ഇവിടെയൊന്നും ഒലിവ് പറിക്കാറില്ല എന്ന് തോന്നുന്നു. കാരണം മരങ്ങൾ വലുതായി. ഒലിവ് പറിക്കണ മരങ്ങൾ വെട്ടി നിർത്തുക ചെയ്യുക. കൊമ്പൊക്കെ വെട്ടി നിർത്തി, അധികം പൊക്കം വരില്ല. നമ്മളെ ഏകദേശം എത്താറായിട്ടുണ്ട്. 4 കിലോമീറ്റർ പറയണം മുകളിലേക്ക് കുത്തനെ കയറ്റം. പക്ഷെ എനിക്ക് തോന്നുന്നത് 4 കിലോമീറ്റർ അല്ലാന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് മുകളിലുള്ള കോട്ടയുടെ അവശേഷിപ്പുകൾ. അപ്പോൾ ഇതിൻ്റെ ചരിത്രം പറയുന്നത് എന്ന് വെച്ചാൽ 11-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം നോർമൻസ് കീഴടക്കി. അവർ 1063 ഷഫല്ലു കാസ്റ്റിൽ നിർമ്മിച്ചിരിക്കാം. ഇന്നത്തെ കോട്ട 12-ാം നൂറ്റാണ്ടിലേതാണ്. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇത് തീപിടുത്തത്തിൽ നശിച്ചുപോയതായി പുരാവസ്തു തെളിവുകൾ പറയുന്നു. 14-ഉം 15-ഉം നൂറ്റാണ്ടുകളിൽ കോട്ട ഉപയോഗിച്ചിരുന്നു. 16-ഉം 17-ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ വിപുലമായ പുനർക്രമീകരണങ്ങൾക്ക് വിധേയമായി. 19-ാം നൂറ്റാണ്ടിൽ സൈനിക പ്രാധാന്യം നഷ്ടപ്പെട്ട സമുച്ചയത്തിൻ്റെ മൊത്തത്തിലും കൃത്യമായും
ഉപേക്ഷിക്കപ്പെട്ടു. പിന്നെ പറയപ്പെടുന്നത് റോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ കടൽ കൊള്ളക്കാർ ഇടയ്ക്കിടെ ഇവിടെ ആക്രമിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അവരിൽ നിന്നുമെല്ലാം രക്ഷ നേടാൻ ഇവിടുത്തെ പ്രദേശവാസികൾ ഓടി ഒളിച്ചിരുന്നത് ഈ മലയുടെ മുകളിലാണ്. അപ്പോൾ ഈ പർവ്വതമാണ് ഇവരെ സംരക്ഷിച്ചിരുന്നത്. പിന്നെ അത് തന്നെയല്ല, ഇവിടെ നിന്ന് നോക്കിയാൽ എത്ര അകലെ നിന്നുമായാലും കപ്പലും മറ്റും വരുന്നത് ഇവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുമായിരുന്നു. അത്ര ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്താ ടോപ്പ് പട്ടിയായെങ്കിലും ഇവിടെ വ്യത്യാസമാണ്. ഇത് നമ്മുടെ മെയിൻ ആൾ ടൂർ കോർഡിനേറ്റർ. അപ്പോൾ ട്രക്കിങ്ങും മലകയറ്റമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്ഥലമാണ് കേട്ടോ, നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ നടക്കാൻ ഇഷ്ടമല്ലാത്തൊരു വരരുത് കേട്ടോ, കാരണം നടന്നു പാട് കയറിക്കും. എൻ്റെ അമ്മ നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ആയിട്ടില്ല, 4.8 കിലോമീറ്റർ ആയിട്ടുള്ള. നമ്മളൊക്കെ ഈ പ്രായത്തിൽ വീട്ടിലിരിക്കും കേട്ടോ. 10-75 വയസ്സുണ്ടാവും എനിക്ക് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് മറ്റേ ചെറിയ വെയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഉണങ്ങിയ കമ്പാണ്, പക്ഷെ നല്ല ഉറപ്പുണ്ട്. ഇത് ഒരു ജലസംഭരണിയാണ്. മഴക്കാലത്ത് മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടി ഇവർ ഉണ്ടാക്കിയ ചെറിയ കിണറാണ് ഇത്. BC 8-9 നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇതിനോട് ചേർന്ന് കാണുന്ന കെട്ടിടമാണ് ദ ടെമ്പിൾ ഓഫ് ഡയാന. ഇത് ഉപയോഗിച്ചിരുന്നത് ചില വിശുദ്ധ പ്രവർത്തനങ്ങൾക്കും ആരാധനകൾക്കും വേണ്ടിയാണ്. ഇതിൻ്റെ ചെറിയൊരു അവശേഷിപ്പ് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഇതിൻ്റെ നിർമ്മാണം വലിയ ചുണ്ണാമ്പ് കല്ലുകൾ ഉപയോഗിച്ചാണ്.
മിഡിലായിട്ട് വരുമ്പോൾ ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു ടേബിളും സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പള്ളിയായിരുന്നു കേട്ടോ മലമുകളിൽ. കേസാദി എസ് അന്ന സാന്ത അന്ന, കേസാദി സാന്ത അന്ന എന്ന് പറയാം. സെയിൻറ്റ് അന്നയുടെ പള്ളി കേട്ടോ. 9ും 10ും നൂറ്റാണ്ടിലാണ് ഇതായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം പറയുന്നത് എന്ന് വെച്ചാൽ, ഇവിടെയുള്ള നിരന്തരമായ കൊള്ളക്കാരുടെ അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണം മൂലം ഇവർ താഴെയുള്ള നഗരം ഉപേക്ഷിച്ച് മലമുകളിൽ താമസം തുടങ്ങി. അത് 6-8 നൂറ്റാണ്ടുകളിൽ ആണെന്ന് പറയപ്പെടുന്നു. തുടർന്ന് ഇവർ ഇവിടെ ഒരു വെയർഹൗസും 3 അടുപ്പുകളും മറ്റു വാസസ്ഥലങ്ങളും നിർമ്മിച്ചു. കൂടെ ഒരു പള്ളിയും. അതാണ് നിങ്ങൾ നേരത്തെ കണ്ട സെൻറ്റ് ആൻ ചർച്ച്. അപ്പോൾ ഇവർക്ക് ആക്രമണത്തെ തുടർന്ന് കുറേ നാളുകൾ മുകളിൽ ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അടുപ്പുകളും വെയർഹൗസുകളും നിർമ്മിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ ഒരു വേസ്റ്റ് പോലും ഇല്ല കേട്ടോ ഇവിടെ. ഇവിടെ വേസ്റ്റ് ഇടാൻ ട്രേകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഇതിലാണ് വേസ്റ്റ് ഇടാനുള്ളത്. നമ്മൾ തുടക്കത്തിൽ നിന്ന് ഒരു തിരിവ് കണ്ടില്ലേ? തിരിവല്ല, ഡൈവേർഷൻ. അത് തന്നെ. അപ്പോൾ ആ വഴിയാണ് നമ്മൾ വന്ന് മുട്ടണം. അപ്പോൾ ഈ ഡൈവേർഷനെ നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നു. ഇനി നമ്മൾ വീണ്ടും താഴേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇറങ്ങാം. അപ്പം ഞാൻ ഇതിൻ്റെ താഴെ ജോലി ചെയ്യണം കേട്ടോ. നമ്മൾ താഴെ എത്താറായിട്ടാ. കുറച്ചും കൂടി താഴെ ഇറങ്ങി 250 രൂപ ഐസ്ക്രീം. അത് നമ്മള് തിരിച്ചിവിടെ എത്തിയിട്ടോ. ഇതാണ് ടിക്കറ്റ് സ്കാൻ ചെയ്ത് കയറണം മെഷീൻ. അപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല വിലയുണ്ട് സാധനങ്ങൾക്ക്. ഇവിടെ ഒന്നും വാങ്ങാൻ പറ്റില്ല. അതെ, 6.50 6 രൂപയ്ക്ക്. കുറച്ചും കൂടി താഴെ ഇറങ്ങിയ വേറെ കടകളുണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാം. ഇതാണ് ബില്ലേറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അവിടേക്ക് കയറിയാട്ടോ, എല്ലാം മലയുടെ മുകളിൽ. ഇപ്പോൾ നമ്മൾ താഴെ എത്തി. ഇത് നമ്മുടെ കടൽ. നമ്മുടെ വീട് ഇവിടെ എവിടെയും ഉണ്ട് ചേട്ടാ. ഇവിടെ മുൾച്ചെടിയും ഉണ്ടാവണ പഴം. ഇത് സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ കൈമ മുള്ള് കയറും. ഇതുമ്പോൾ മുള്ളുണ്ട്, കണ്ട കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. താങ്ക് യു.